സുഖമല്ലേ രണ്ടുപേർക്കും? സുഖം. നല്ല വാർത്തകളല്ലേ രാവിലെ തൊട്ട്. രാവിലെ ഒരു ദുഃഖ വാർത്തയുണ്ട്. ഇന്നൊരു ദിവസത്തിന്റെ പ്രത്യേകത അറിയാം. ഇന്ന് ഓഗസ്റ്റ് 2. ഇന്നാണ് മറ്റേ ശനിയാഴ്ച. ഓഗസ്റ്റ് 2 ശനിയാഴ്ച. ഇന്നാണ് ധ്യാനം കൂടാൻ പോയ ദിവസം. വരുണിന് കൂടെ ആദരാഞ്ജലി പറയണം അല്ലേ? സോറി. ഇന്നാണ് എന്താ മോഹൻലാലിന്റെ ജോർജ് കുട്ടി കുടുംബവും ധ്യാനം കൂടാൻ പോയത് പാറയപ്പള്ളിയിൽ. ശരിയാ, ജോർജ് കുട്ടി കുടുംബവും ധ്യാനം കൂടിക്കൊണ്ടിരിക്കട്ടെ. നമുക്ക് ട്രംപിലേക്ക് വരാം. ട്രംപ് ഒരു ധ്യാനം കൂടാൻ പോകുന്നുണ്ട്, നൊബേൽ സമ്മാനം വാങ്ങാൻ വേണ്ടിയുള്ള ധ്യാനത്തിനായി. അതായത് പാകിസ്ഥാൻ അനുകൂലിച്ചു, ഇസ്രായേലും അനുകൂലിച്ചു. ട്രംപ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം അർഹിക്കുന്നവനാണ്. കാരണം മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ പച്ചത്തെറി പറയുന്ന ആളാണ്. ഈ നൊബേൽ സമ്മാനം വേണമെന്ന് പറഞ്ഞാൽ ഓടിക്കൊണ്ടെടുക്കുന്നത്. ഇപ്പൊ കംബോഡിയ രംഗത്തെത്തിയിട്ടുണ്ട്. എന്താ സംഭവം? എന്തിനാ ഈ നോബൽ സമ്മാനം സമാധാനത്തിന് കൊടുക്കണമെന്ന് ഇവരൊക്കെ വാദിക്കുന്നത്? എന്തിനാ? അതിപ്പോ ഞാനൊരു ഇത് വായിച്ച് കേൾപ്പിച്ചു തരാമേ. അതില് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കാരലിൻ ലെവിറ്റ് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ട്രംപ് അധികാരമേറ്റ ശേഷം കഴിഞ്ഞ 6 മാസത്തിനിടെ 1 മാസം ഒരു സമാധാന കരാർ എന്ന നിലയിലാണ് ട്രംപിന്റെ മധ്യസ്ഥത ഫലം കണ്ടത്. അങ്ങനെയാണ് അവർ പറയുന്നത്. തായ്ലൻഡ്, കംബോഡിയ, ഇറാൻ, ഇസ്രയേൽ, റുവാണ്ട, കോങ്കോ, ഈജിപ്ത്, ഇത്തോപ്യ, ഇന്ത്യ, പാകിസ്ഥാൻ. അടുത്ത മാസം യുദ്ധമൊന്നും ഇല്ലെങ്കിൽ ട്രംപ് പ്രശ്നത്തിലാവുമല്ലോ അല്ലേ? മാസത്തിൽ ഒന്നും വിധം വേണ്ട. റഷ്യ ഉക്രൈനിൽ ഇടപെട്ടിട്ടില്ല, അത് നടന്നില്ല. അതെന്തായാലും ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അതെന്താ സംഭവം എന്ന് അറിയുന്നില്ല. എന്തായാലും ഇന്ത്യ പാക് സംഘർഷം അവസാനിച്ചെന്ന് മെയ് 10 അവര് പറഞ്ഞെങ്കിലും ട്രംപ് ഇങ്ങനെ എല്ലായിടത്തും നാഴികയ്ക്ക് 40 വട്ടം എല്ലാവരോടും പറയണ്ടേ, നമ്മൾ സമ്മതിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ അത് വൺ ഓഫ് ദി ആണ്, മനസ്സിലായില്ലേ? അത് ഇതിലും പെടുന്നതാണ്. അതുകൊണ്ടാണ് പാകിസ്ഥാൻ മോദി അറിഞ്ഞാലുണ്ടല്ലോ കെട്ടിയിട്ടടിക്കും. മോദി അന്ന് ഫോണിൽ വിളിച്ച് എന്തൊക്കെയോ പറഞ്ഞല്ലോ, എന്നിട്ടും പുള്ളിക്ക് ഭേദമായില്ലേ? ഇല്ല, എന്നിട്ടും അത് ശരിയായിട്ടില്ല. ഇനി നോബലിനെ ഒന്ന് വിട്ട് ആര് പറയിപ്പിച്ചാലോ എന്നാണ്. അല്ല, ഇത് ഏറ്റവും രസകരമായ സംഗതി എന്ന് നോക്കിയാൽ, അതായത് ഈ ട്രംപിന് നോബൽ സമ്മാനം ഒന്ന് കൊടുക്കണമെന്ന് അല്ല അതിന് ശുപാർശ ചെയ്തേക്കുന്ന ആരൊക്കെയാ? ഇസ്രായേൽ പോട്ടെ, ഒരു അത്യാവശ്യം ഇത്തിരി സെറ്റപ്പ് ആയിട്ടുള്ള രാജ്യമാണ്. അത് കഴിഞ്ഞ് വന്ന പാകിസ്ഥാൻ വിത്ത് അസീം മുനീർ അല്ലേ? ചോറ് കൊടുക്കാൻ വിളിച്ചു വരുത്തിയിട്ടാണ്. അല്ല, പിന്നെ വന്നത് കംബോഡിയ. ഈ കംബോഡിയയെ കുറിച്ച് രാജ്യത്തെ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഈ കഴിഞ്ഞ ദിവസം തായ്ലൻഡുമായിട്ട് യുദ്ധം ഉണ്ടായി. കംബോഡിയ തായ്ലൻഡ് യുദ്ധം നടന്നു. ആ സമയത്താണ് ഇങ്ങനെ കംബോഡിയ എന്നൊരു രാജ്യമുണ്ടെന്നും അവിടെ ഇങ്ങനെ ഒരു യുദ്ധം നടക്കുന്നൊക്കെ നമ്മൾ വാർത്തകളിൽ വന്ന അപ്പോഴൊക്കെ. പിന്നെ എപ്പോഴൊക്കെയോ ഇങ്ങനെയൊക്കെ ചെറിയ വാർത്തകൾ എവിടെയെങ്കിലും ഇടം പിടിക്കുന്ന ചെറിയ രാഷ്ട്രങ്ങളിലൊന്നാണ് കംബോഡിയ. ഇപ്പൊ ഇമാതിരി രാജ്യങ്ങളൊക്കെ ശുപാർശ ചെയ്താൽ ഉടനെ കൊടുക്കുന്ന ഒരു സാധനമാണ് ഈ നോബൽ സമ്മാനം. ഇപ്പോൾ അതായത് ലോകത്ത് സജീവമായി ഇടപെടുന്ന വൻശക്തി രാഷ്ട്രങ്ങൾ, അതായത് അമേരിക്ക, ചൈന, ഫ്രാൻസ്, ജർമ്മനി, ഇന്ത്യ, ഇങ്ങനെ മുൻനിര രാഷ്ട്രങ്ങൾ ഒരുപാടുണ്ടല്ലോ. അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾ, സൗദി അറേബ്യ, അവരൊക്കെ, അല്ലെങ്കിൽ UAE മൊത്തത്തിലൊന്ന് പരിഗണിക്കാം. അവരൊക്കെയാണ് ഈ മൊത്തത്തിൽ നമ്മുടെ ഈ ലോകക്രമത്തെ മുഴുവൻ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന രാജ്യങ്ങൾ. ഈ പാകിസ്ഥാൻ അവിടെ ഈ ഇറച്ചിക്കടയ്ക്ക് മുമ്പ് നിൽക്കുന്ന പട്ടിയുടെ റോളേ ഉള്ളൂ. സത്യം അല്ലേ? ഈ വലിയ നയതന്ത്ര കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നിടത്ത് പാകിസ്ഥാൻ എന്ത് കാര്യം? ഒന്നുമില്ല. ഈ കംബോഡിയക്ക് എന്താ റോള്? ഒന്നുമില്ല. സത്യം. ഇനി ഇസ്രായേലിന് പിന്നെ ട്രംപിനെ സപ്പോർട്ട് ചെയ്യാതെ നിവൃത്തിയില്ല. അവർക്ക് ആയുധങ്ങളൊക്കെ കൊടുത്ത് യുദ്ധം ചെയ്യാൻ സഹായിക്കുന്ന ട്രംപ് അല്ലേ? സ്വാഭാവികമായിട്ടും ഇസ്രായേലും ഇരിക്കട്ടെ, ഒരെണ്ണം നിങ്ങൾക്കൊരു നോമിനേഷൻ. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഇതുവരെ കിട്ടിയവരുടെ ലിസ്റ്റ് ഒന്ന് വായിക്കാം. ഒന്ന്, ഒരാളുടെ പേര് നെൽസൺ മണ്ടേല. ആരാ നെൽസൺ മണ്ടേല? നമുക്കറിയാം. നമുക്ക് മഹാത്മാഗാന്ധി ആണെങ്കിൽ സൗത്ത് ആഫ്രിക്കയ്ക്ക് നെൽസൺ മണ്ടേല. ഓക്കെ. മദർ തെരേസ അറിയാലോ. മദർ തെരേസയെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. മാർട്ടിൻ ലൂതർ കിങ്. ഇനി ഈ തലമുറയിൽപ്പെട്ട നമ്മുടെ മലാല യൂസഫ്സായി, നമ്മുടെ പാകിസ്ഥാനിലെ വീരാക്രമണം. ഓക്കെ. റെഡ് ക്രോസ് അറിയാലോ, ഈ യുദ്ധമുഖങ്ങളിലൊക്കെ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന ഒരു സംഘടന. അതേപോലെ യുണിസെഫ്, അതായത് കുട്ടികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഒരു ഏജൻസി. UN, ലോകത്തെ സമാധാനത്തിന് വേണ്ടി സംഘടന. ഡൊണാൾഡ് ട്രംപ്,
എങ്ങനുണ്ട്? നല്ല അല്ലേ? അതായത് ഈ സദ്യയിൽ ഇങ്ങനെ ഓരോ വിഭവങ്ങൾ വിളമ്പി വെച്ചിട്ട് കുറച്ച് കോഴി കാഷ്ട കൊണ്ടുവയ്ക്കുക, അതാണ് ട്രംപ്. അല്ല ഈ അതായത് ഈ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് കിട്ടാനുള്ള ഇതുണ്ടല്ലോ, യോഗ്യതാ മാനദണ്ഡം. അതായത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഒന്നെങ്കിൽ ലോക സമാധാനത്തിന് വേണ്ടിയിട്ട് യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, പിന്നെ നിരായുധീകരണത്തെ പ്രോത്സാഹിപ്പിക്കുക, അല്ലെങ്കിൽ ലോകത്തെവിടെയുമുള്ള ഏതെങ്കിലും സംഘർഷങ്ങൾ അതായത് ഇപ്പോൾ യുദ്ധം വേണമെന്നില്ല, കോൾഡ് വാർ മതി, ആശയ സമരം മതി, അത് പരിഹരിക്കാനായിട്ട് ഇടപെടുക. അപ്പം ഇത്തരത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങൾ നടത്തുന്ന വ്യക്തികളെയോ ഏജൻസികളെയോ ആണ് നോബൽ സമ്മാനത്തിന് വേണ്ടി പരിഗണിക്കുക. ട്രംപ് അങ്ങനെ നോക്കുമ്പോൾ അയാൾ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അല്ല, അയാൾ ഇപ്പോൾ പറയുന്ന ഈ തായ്ലൻഡ്, കംബോഡിയ 2 ചെറിയ രാഷ്ട്രങ്ങളാണ്. അവർ തമ്മിൽ ഒരു അതിർത്തി തർക്കം ഉണ്ടായിരുന്നു. അവിടെ ട്രംപ് പറഞ്ഞു നിർത്തിക്കോ അല്ലെങ്കിൽ പണി പോകണം. കാര്യം ഇവർ രണ്ടുപേരും അമേരിക്കയെ ആശ്രയിച്ച് നിൽക്കുന്ന 2 രാഷ്ട്രങ്ങളാണ്. കാര്യം അമേരിക്കയുടെ ഔദാര്യങ്ങൾ പറ്റുന്ന 2 രാഷ്ട്രങ്ങളാണ്. അവർക്ക് അമേരിക്ക പറഞ്ഞത് കേൾക്കാതിരിക്കാൻ പറ്റില്ല. ഓക്കെ, ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിലെ ഒരു കക്ഷി അമേരിക്കയായിരുന്നു. അവിടെ അമേരിക്ക യുദ്ധം ചെയ്യുകയായിരുന്നോ സമാധാനം ഉണ്ടാക്കുകയായിരുന്നു? ഇല്ല, അവർക്ക് ആയുധങ്ങളുടെ അല്ലേ? അല്ല, ഇറാനിൽ പോയി ബോംബിട്ടതാരാ? അമേരിക്കയല്ലേ. അപ്പൊ അവര് സമാധാനം ഉണ്ടാക്കാനാണോ ശ്രമിച്ചത്, ഇറാനെ ആക്രമിക്കാനാണോ ശ്രമിച്ചത്? അതൊന്ന്. പിന്നെ റുവാണ്ട, കോങ്കോ, അതും ഇതേപോലെ ദരിദ്രമായ 2 രാഷ്ട്രങ്ങൾ. സ്വാഭാവികമായിട്ട് അമേരിക്കയുടെ മസിൽ പവർ കാണുമ്പോൾ അവരുടെ അപ്പുറം ഒന്നും ചിന്തിക്കാൻ പറ്റില്ലാത്ത 2 രാഷ്ട്രങ്ങൾ. ഈജിപ്ത്, എത്യോപ്യ. ഈജിപ്ത് പ്രബലമായ ഒരു രാഷ്ട്രമാണ്, പക്ഷെ എത്യോപ്യ എന്ന് പറയുന്നത് ഒരു ദുർബല രാഷ്ട്രമാണ്. അപ്പോൾ അവിടെയും അമേരിക്കക്ക് റോളുണ്ട്. ഇനി റഷ്യ, ഉക്രൈൻ, എന്തുകൊണ്ടാണ് ട്രംപിന് പറ്റാത്തത്? റഷ്യ ഒന്നും ചെയ്യാൻ പറ്റില്ല. പുടിൻ പോയി പണിനോക്കും തന്നെ പറയും അല്ലേ? അതേപോലെ ഇന്ത്യ, പാകിസ്ഥാൻ അല്ല, അവിടെയും ട്രംപ് കയറി ഇടപെട്ടു. ഇന്ത്യ നേരിട്ട് അയാളോട് പോയി പണി നോക്കുന്നു പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അതും പറഞ്ഞു 30 മിനിറ്റ് പിന്നെ തള്ളക്കും തന്തയ്ക്കും വിളിച്ചത് ട്രംപിന്റെ മോദി. 30 മിനിറ്റ് സംസാരിച്ചു. ഇനിയെങ്കിലും നീ ഇത് മതിയാക്കില്ലെങ്കിൽ ഇനി ഞാൻ അങ്ങ് വരണമെന്ന് ചോദിച്ചു. അതായത് സംഭവം ഇത്രേ ഉള്ളൂ. അതായത് ഈ ചെറിയ അപ്പാവി രാഷ്ട്രങ്ങളുണ്ടല്ലോ, അവരുടെ മുമ്പിൽ ട്രംപിന്റെ ഈ വില പോകും. അവർക്ക് ട്രംപിനെ പിണക്കാതിരിക്കുക എന്നുള്ളതാണ് അവർക്ക് അഭികാമ്യം. പക്ഷേ പുടിൻ്റെ അടുത്തോ മോദി അടുത്തോ ഈ കളി നടക്കില്ല. അപ്പൊ അവർക്കിടയിൽ ട്രംപ് ഇടപെട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയാൽ ശരി, ട്രംപ് ഒരു ദിവ്യനാണ്, അതുകൊണ്ട് അവാർഡ് കൊടുക്കണം എന്ന് നമുക്ക് സജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ ചെറിയ, അതായത് പിന്നെ ഈ പട്ടികൾ കടിപിടിക്കുമ്പോൾ ഏതെങ്കിലും ഒരുത്തം വന്ന് കൂട്ടത്തിൽ ഞാഞ്ഞൂലിനെ കടിച്ചിട്ട് ഞാൻ മിടുക്കനാണെന്ന് പറയുന്നത് പോലെയാണ് ട്രംപിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇനി ഈ ഒരു അവാർഡിന് പരിഗണിക്കുന്ന ആളെ, അയാളുടെ വ്യക്തിത്വം ഒരു ഘടകമാണല്ലോ. ഈ ട്രംപ് നിലവിൽ അവിടെ വലിയ താമസമില്ലാണ്ട് ട്രംപിന്റെ വലിയൊരു ലൈംഗിക പീഡന ആരോപണ കഥ വരാനിരിക്കുന്നതേ ഉള്ളൂ. സത്യം, അതിലെ നോബൽ സമ്മാനം കിട്ടാൻ അർഹനാണ്. അല്ല, ഈ ജെഫ്രി എപ്സ്റ്റീൻ ഫയൽ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അതായത് ട്രംപിന്റെ ഒരു കൂട്ടുകാരനാണ് ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്നത്. ഇവർക്ക് 2 പേർക്കും 14 തികയാത്ത പെമ്പിള്ളാരെ ഒരു ബലഹീനതയായിരുന്നു അത്രേ. ഞാൻ ഉണ്ടത്ര ചേർത്താണ് പറയുന്നത്. അത് വരുന്നത് വരെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഈ ജെഫ്രി എപ്സ്റ്റീൻ പിടിക്കപ്പെട്ടു, അയാൾ ജയിലിൽ സൂയിസൈഡ് ചെയ്തു. പക്ഷെ അയാളുടെ ഉറ്റ ചങ്ങാതിയായ ട്രംപ് പ്രസിഡന്റുമായി. ഇപ്പോ പഴയ ഇതൊക്കെ ഡയറിയിൽ എത്രയോ ഭാഗങ്ങൾ അല്ലേ, പഴയ വീരവാദ കഥകളൊക്കെ ട്രംപ് തള്ളി വിട്ടിരുന്നു പണ്ടൊക്കെ. ഞാൻ അവിടെ പോയി എല്ലാം സെറ്റാക്കി എന്നൊക്കെ പറഞ്ഞുള്ള വീരവാദ കഥകൾ പലതും എഴുതി വിട്ടിരുന്നു. അതൊക്കെ ഇപ്പൊ ട്രംപിനെ അവിടെ കിടന്ന് കൊഞ്ഞനം കുത്തുകയാണ്. അങ്ങനെ ഇരിക്കുന്ന ട്രംപാണ് എനിക്ക് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്നു. കിട്ടും, തന്നെ കിട്ടും. അല്ല, നോബൽ സമ്മാനം കിട്ടും. 14 തികയാത്ത പാൽക്കാരി പെണ്ണിനെ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അതിന് കിട്ടും ചിലപ്പോ. അല്ലാതെ സമാധാനത്തിന് ഇയാളിനി പിന്നെ ഇന്ത്യ എന്തായാലും കൂട്ടേണ്ട ആവശ്യമില്ല. അതൊക്കെ അങ്ങനെയുള്ള അവാർഡ് കിട്ടുന്നെങ്കിൽ ആ അവാർഡ് നൽകുന്ന വല്ല പുന്നക്ക വികസന കോർപ്പറേഷനും ആയിരിക്കണം. തെക്കോട്ടം അവാർഡ് അത് വേണ്ട. തെക്കോ അത് വേണ്ട അതിർത്തിക്കോ. നമുക്ക് ഇന്ന് ട്രംപിനെ ഉദ്ധരിച്ച് തീർത്താം.